എന്തോ താമരക്കുരുവിക്ക് തട്ടമിട്ടു. സൂപ്പറായിരുന്നു. വെറുതെ കുറച്ചുകൂടെ ഡാൻസ് കളിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതന്നെ പക്ഷെ വലിയ കാര്യം പോലെ ഒക്കെ കുഴപ്പമില്ല. ചോദിക്കാം ഹരിച്ചേട്ടാ. സർഗ എന്തോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട്. അല്ല, സർഗയുടെ ക്രിസ്മസ് ഫ്രണ്ടാ ഞാൻ അല്ലേ? ഓക്കെ, നല്ലൊരു പാട്ടാണ്. പക്ഷെ സെലിബ്രേഷൻ സോങ് എന്ന് പറയുമ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് എടുത്തുകൊണ്ട് വന്ന സോങ്സ് അറിയാമല്ലോ, ഒരുപാട് പവർ പാക്ഡ് ആയിട്ടുള്ള സോങ്സ് ആയിട്ടാണ് വന്നത്. അപ്പം ഇതൊരു പവർ പാക്ഡ് സോങ് അല്ല. ഓക്കെ, ലൈക്ക് ഒരു സെലിബ്രേഷൻ സോങ് ആണ്. പക്ഷെ മോളുടെ ഒരു ടാലന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ക്വസ്റ്റ്യനബിൾ ആണ് അത്. കാരണം ഇനിയുള്ള ചോയ്സ് നിങ്ങൾ ഒരിക്കലും സോങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിലും നല്ല പാട്ടുകൾ പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ടാലന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ കൊണ്ടുവന്ന നിങ്ങളുടെ മാർക്ക് തന്നെ വേറെ ലെവലിൽ പോകും. ഇതിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു സെഗ്മെന്റിൽ നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് ഓക്കെ, സർഗ ഇന്ന പാട്ട് പാടി, ഇന്ന പാട്ടിന് ഇന്ന മാർക്ക് എന്നുള്ളൊരു രീതിയിലായിരിക്കും ജഡ്ജ്മെന്റ് പോകുന്നത്. അപ്പം മോളിതിൽ പാടിയതിൽ ഓവറോൾ ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇത് എന്താ പറയുക, ഒരുപാട് പേര് പാടുന്നുണ്ട് ഈ പാട്ട്. പക്ഷെ ഇപ്പൊ പല വെറൈറ്റി ഓഫ് സോങ്സും കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത്. അപ്പോൾ അതിനി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറച്ച് അടുത്ത ഇതിൽ റൗണ്ടിൽ വരുമ്പം സർഗയുടെ ടാലന്റ്, ഒരു വേഴ്സറ്റൈൽ സർഗയെ കാണാൻ പറ്റണം നമുക്കൊക്കെ. പിന്നെ ലാസ്റ്റ് സ്റ്റാൻസിൽ വരിയൊക്കെ തെറ്റിച്ചു അല്ലേ? അരിമുല്ലക്കൊടി കൊണ്ട് വിരിയിട്ട് അതായിരുന്നു അനുപല്ലവി എടുത്ത് അവസാനം വീണ്ടും അത് പാടി. അനുപല്ലവിയിലെ ലൈൻസ് പാടി. അപ്പൊ അങ്ങനെ ഒരു 2 വരി മൊത്തത്തിൽ മാറ്റി. വെൽക്കം ടു അർജുൻസ് അർജുൻ ഫാമിലി. പിന്നെ മുത്തുമ്മാന്റെ മോളെ അതൊന്ന് പാടിക്കേ. ആ നോട്ട്സ് കറക്റ്റ് അല്ല. അല്ല മോളെ, അങ്ങനല്ല. മോളെ എന്ന് വിളിക്കണ്ട, മോളെ. ഒരു ഒതുക്കം വേണം നമ്മൾ പാടുമ്പോ കേട്ടോ. അതുപോലെ കുറെ നോട്ട്സ് ഇങ്ങനെ അവിടെ ഇവിടെ പിച്ച് ഔട്ടായി. പക്ഷെ ഇതിനേക്കാളും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഇനി ഇങ്ങോട്ട് ടൈറ്റ് ആവുകയാണ് കോമ്പറ്റീഷൻ. ഇപ്പോൾ സർഗെ പോലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റിൽ നിന്നും ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സർഗ എന്തോ കുഴപ്പമില്ലാതെ പാടി. മോളെ അനുപല്ലവി ഒന്ന് പാടിയേ, ഫസ്റ്റ് ലൈൻ. മോളെ ഒരു മിനിറ്റ്, നസീബ് അല്ലേ നിസീബ് എന്നാണോ പാട്ടില്? നിസീബ് എന്ന് പാടിയേക്കണം. അത് നസീബ് എന്നാണല്ലോ പറയാ. അത് അവന്റെ നസീബ് എന്നുള്ളത് നമ്മളിങ്ങനെ പറയില്ലേ? നസീബ്, എന്റെ ഓർമ്മയിൽ നസീബ് എന്നാണ്. അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വരിക്കെന്ത് പറ്റി? അതോ, അത് ഞാൻ ആ സമയത്ത് പാടി വന്നപ്പോ അനുപല്ലവിയിലെ വരി വായിലുണ്ട്. ഇത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരി വരില്ല, ഈ ചരണത്തിന്റെ വരി വരത്തുള്ളൂ. അപ്പൊ പ്രാക്ടീസ് ചെയ്തില്ലേ? പ്രാക്ടീസ് ചെയ്തു. പക്ഷെ വായിൽ അനുപല്ലവി വന്നു. മാർക്ക് കുറയും കേട്ടോ. അത് ഇത് ഇനി നേരത്തെ ഒക്കെ ഈ വരി മറന്നു പോകുന്നത് നമ്മൾ ചിലപ്പോൾ സാറില്ല പോട്ടെ എന്ന് പറയും. അടുത്തതിന് വരി മറന്നു പോകും. അടുത്ത റൗണ്ടുകൾ ഇങ്ങനെ വരുമ്പോൾ വരി മറന്നു പോകുമ്പോൾ നമ്മളൊന്നിൽ 0.5 അല്ലെങ്കിൽ 1 മാർക്കൊക്കെ കുറക്കും. ഇനി ഇങ്ങനെ വരി മാറിപ്പോയാൽ 2-3 മാർക്കൊക്കെ പോകാൻ പോണേ കേട്ടോ. പിന്നെ സർഗ, ഇപ്പൊ ഇങ്ങനെ കോമ്പറ്റീഷൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിപ്പോ സർഗ ഇതിന് മുന്നേ പാടിയ പാട്ടുകളായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏകദേശം ആ ഒരു റൂട്ടിൽ തന്നെ പോകുന്ന ഒരു വണ്ടി, അതാണ്. ആ സിംഗിങ് സ്റ്റൈലാണെങ്കിലും സെലക്ഷൻ ഓഫ് സോങ്സ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. സർഗക്കും അത് തോന്നിയിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് വേണം ഇനി വരാൻ കേട്ടോ. അതായത് പിന്നെ ഹരി പറഞ്ഞല്ലോ, നമ്മളിത് കേട്ടിട്ട് ഇത് അടിച്ചേക്കാം രണ്ടാമത് ചിന്തിക്കാതെ, അത് നമ്മുടെ ചില ജസ്റ്റേഴ്സ് ഉണ്ട്, അത് അങ്ങനെ അവിടെ നിന്ന് പാടിക്കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ ആക്കും. ഇങ്ങോട്ട് നോക്കിയിട്ട് ഓക്കെ കൊടുത്തേക്കാം. ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ 3 പേർക്കും ഒരേ മനസ്സാ. ആരും ഒരാൾ വേണ്ട 0.5 കുറച്ചേക്കാം, ഇല്ല. ഇംപ്രസ്ഡ് ആവുകയാണെങ്കിൽ 3 പേര് ഒരുമിച്ചാണ് ഇംപ്രസ്ഡ് ആവുന്നത്. അപ്പൊ ഇത് എന്ന് പറയുമ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി അതിന്റെ മേലെ ഒരു സാധനം ആയിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ടൈം. എനിവേസ് അത്രേ ഉള്ളൂ മോളെ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ആ മോളെ, എനിക്ക് തോന്നിയത് ഇപ്പം ഇത് പറയാനുള്ള ഒരു ശബ്ദ സ്വാതന്ത്ര്യം ഇല്ല എങ്കിലും നമ്മളെ ഈ ആരാണ് ഹൂറി അത് മോളെ തെന്നലിൻ്റെ വക്കിലാണ്. എന്താണ് അങ്ങനെ? നമുക്കിപ്പോൾ തെന്നുവെന്ന് തോന്നും. ഒന്ന് പാടാമോ? ആരാണാമി ആരാണാമീവി ഇതിലാരാണാഹൂറി. മോളെ ഈ സ്റ്റിൽ അതൊരു തെന്നലിൻ്റെ വക്കിലാണ്. നാല് നോട്ടല്ലേ ഉള്ളൂ. ആരാണാമി ഇല്ല. ആരാണാമി ആരാണാമീവി പഠിക്ക. ആരാണ 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 ആരാണാമീവി. ഇപ്പോഴും ഒരു സ്റ്റിൽ ഒരു Confident. ടെൻഡൻസി ടു സ്ലിപ്പ്. ടെൻഡൻസി ഉണ്ട്. ടെൻഡൻസി ടു സ്ലിപ്പ്. അപ്പം മോളെ ഇത് ശ്രദ്ധിക്കുക. ആ രീതി കൂടുതൽ എനിക്ക് പറയാനും പറ്റുന്നില്ല. മോളെ ഫരീദയാണോ? ഒന്ന് പാടാമോ? ഫരീദയാണോ? നോ നോ. ഒരു ക്ലാരിറ്റി ഇല്ല മോളെ. ഗിവ് മോർ ക്ലാരിറ്റി. നോ നോ. സ്പീഡ് വേണ്ട. സ്പീഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്ലാരിറ്റി. നോ. ഇപ്പൊ മോള് പാടുന്നത് ഇങ്ങനെ പോടുന്നത് നോ. ഓൾമോസ്റ്റ് അത്രേ ഉള്ളൂ. ഇത്രേ എന്നെ കൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. സർഗ എന്തോ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ. ലിറിക്സ് തെറ്റിച്ചത് കൊണ്ടാണ് ഒരു അരമാർക്ക് വീണ്ടും കുറഞ്ഞത്. കുറച്ചും കൂടി മോള് ഇനി ശ്രദ്ധിക്കണം കേട്ടോ. 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. 7.5 മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. സോ ടോട്ടൽ 15 മാർക്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga